നട്ടെല്ല് തകർന്നാൽ പോലും ധീരൻ കുമ്പിടില്ല. തകർന്നത് താഴത്ത് വീണ് മരിച്ചു പോയാലും പ്രാണൻ നിലച്ചാലും ശരി, ഒരിക്കലും അവൻ കുമ്പിടുക എന്നുള്ളത് ധീരന് ചേർന്നതല്ല. അപ്യപർവണി ഭജ്യേത നമേദിഹ കർഹിജിത് യാവച്ച രാജാധ്രിയതേ ധൃതരാഷ്ട്രോ ജനാർദ്ദന ന്യസ്തശസ്ത്രാവയം തേ ചാപ്യുപജീവാമ മാധവ. ഞങ്ങൾ വാസ്തവത്തിൽ ശസ്ത്രമൊന്നുമില്ലാതെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ആ ഒരുമിച്ച് ജീവിക്കേണ്ട നമ്മൾ അങ്ങനെ അല്ലാന്നിപ്പോൾ വരുത്തി തീർത്തിരിക്കുക. കൃഷ്ണൻ്റെ ദൂതുവരവിൻ്റെ ഉദ്ദേശം എന്താ? അവരൊരു പക്ഷം, ഞങ്ങളൊരു പക്ഷം. കൃഷ്ണനോട് പറഞ്ഞയക്കാനുള്ളതൊക്കെ പറഞ്ഞയച്ചു, നിങ്ങളിതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള പിപ്പിടിയോട് കൂടിയിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. യാവച്ച രാജാധ്രിയതേ ധൃതരാഷ്ട്രോ ജനാർദ്ദന. അല്ലേ ജനാർദ്ദന, നല്ല പോലെ ഞാൻ പറയണത് കേട്ടോളൂ. ഈ ധൃതരാഷ്ട്രൻ എത്രത്തോളം കാലം പ്രാണനോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ടോ മഹാരാജാവായി. ന്യസ്തശസ്ത്രാവയം തേജാപ്യുപജീവാമ മാധവ. ഞങ്ങൾക്ക് 2 പേർക്കും ശസ്ത്രം വേണ്ട. ആ ധൃതരാഷ്ട്രൻ്റെ ചൊൽപ്പിടിക്ക് ഞങ്ങൾ അങ്ങോട്ട് ജീവിച്ചോളാം. അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഇവിടെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ആരാ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? യാവച്ച രാജാധ്രിയതേ ധൃതരാഷ്ട്രോ ജനാർദ്ദന ന്യസ്തശസ്ത്രാവയം തേജാപ്യുപജീവാമ മാധവ. രണ്ട് കൂട്ടരും ശസ്ത്രപ്രയോഗമില്ലാതെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. അപ്രദേയം പുരാദത്തം രാജ്യം പരവതോ മമ അജ്ഞാനാദ്വാ ഭയാദ്വാപി മയി ബാലേ ജനാർദ്ദന ന തദദ്യ പുനർലഭ്യം പാണ്ഡവൈഃ വൃഷ്ണിനന്ദന. ദുര്യോധനന് പറയാനുള്ളതുണ്ട്. നോക്കൂ, എത്രത്തോളം കാലം നമുക്ക് പ്രായപൂർത്തി വന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യക്തികളായി ജീവിക്കുന്നുവോ ആ വ്യക്തി മനസ്സിൽ അതിൻ്റേതായ അഭിലാഷങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും തത്വങ്ങളും ഉണ്ടാവും. അച്ഛനെപ്പോലെ ആയിക്കോളണം കുട്ടി എന്നില്ല, കുട്ടിയെപ്പോലെ ആവണം അച്ഛനെന്നുമില്ല, സഹോദരന്മാർ ഒരുപോലെ ആകണമെന്നില്ല. ഒരാളാണ് വളർത്തിയത്. ആര്? ധൃതരാഷ്ട്രൻ. ഒരു നിലയ്ക്ക് ധൃതരാഷ്ട്രനെയൊക്കെ വളർത്തിയതോ ഈ ഭീഷ്മരും. അങ്ങനെ എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് കുട്ടികൾ ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്രദേയം പുരാദത്തം രാജ്യം പരവതോ മമ അജ്ഞാനാദ്വാ ഭയാദ്വാപി മയി ബാലേ ജനാർദ്ദന. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരൊറ്റ രാജ്യം ആരാ പങ്കുവെച്ച് കൊടുത്തത്? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ധൃതരാഷ്ട്രനും ഭീഷ്മനും എല്ലാം ആലോചിച്ച് പങ്കുവെച്ചതാണല്ലോ രാജ്യം. നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുമെന്ന്. അന്ന് എനിക്ക് പ്രായമൂപ്പായിട്ടില്ല, ഞാൻ പ്രായം കുറവാണ്, ഇന്നൊന്നും ആലോചിക്കുന്ന മാതിരി. അപ്പം ഞാൻ എൻ്റെ തനിമയോട് കൂടിയോ സ്വന്തം കാഴ്ചപ്പാടോടോ കൂടി ചിന്തിച്ച് പറഞ്ഞ് തടുത്തില്ല എന്നുള്ളത് ശരിയാ. അന്ന് എനിക്ക് അത്ര പ്രായമായിട്ടില്ല. അന്ന് ചെയ്ത തെറ്റിന് അത് സ്ഥിരീകരിക്കുന്നതാണോ അതിനുള്ള പരിഹാരം? അതോ ആ തെറ്റിനെ തെറ്റായി കണ്ട് അതിന് പരിഹാരം കാണുന്നതോ? അപ്പം നിങ്ങളൊന്ന് വിചാരിക്കരുത്, ഒരു കാലത്തും അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത രാജ്യമാണ് അവർക്ക് കൊടുത്തത്. അതിന് കാരണം ഒരു ഭാഗത്ത് അറിവില്ലായ്മ, അല്ലെങ്കിൽ ഭയം. ഞാൻ കുട്ടിയായിരുന്നു, ചെറുപ്പമായിരുന്നു, അതുകൊണ്ട്. ന തദദ്യ പുനർലഭ്യം പാണ്ഡവൈഹി. പണ്ട് കാലത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോഴും അത് കൊടുക്കേണ്ട ചോദ്യം വരണില്ല. ആ കൊടുത്തത് തെറ്റായത് കൊണ്ടാണ് ഞാൻ കളി കൊണ്ടെങ്കിലും രക്തച്ചൊരിച്ചിലില്ലാതെ അത് ഇങ്ങോട്ട് തിരിച്ചെടുത്തത്. ആ തിരിച്ചെടുത്തത് എൻ്റെ ഒരു പ്രഭാവം തന്നെയാണ്. ചൂതുകളിയിൽ രാജാവിന് യുധിഷ്ഠിരന് വലിയ കമ്പാണ്, വിളിക്കുക. എന്നിട്ട് ആ ചൂതുകളിയിൽ തോൽപ്പിച്ച് അസുഖങ്ങളൊന്നുമില്ലാതെ ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ അപ്പം അതിൽ തെറ്റ്? ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ള മാർഗ്ഗമാണല്ലോ സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, ഇനി അവർക്ക് ഈ രാജ്യം തിരിച്ചു കിട്ടും എന്ന് വിചാരിക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അച്ഛൻ കുരുടനാണ്, അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ പറ്റില്ല. കാര്യത്തിൽ ഭരിക്കുന്നത് ഞാനാ. അച്ഛനോട് സമ്മതം ചോദിക്കാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. ഇന്നേ വരെ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ അച്ഛൻ അനുവദിച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് കൃഷ്ണ ജനാർദ്ദന വ്യക്തമായിട്ട് പറയാനുണ്ട്. പഴയ കാലത്ത് കൊടുത്തത് തന്നെ തെറ്റ്. കുറച്ചു കാലം ഇന്ദ്രപ്രസ്ഥം വേണ്ടതുപോലെ വളർത്തിയെടുത്ത് അവർ സുഖസമ്പന്നരായിരുന്നത് തന്നെ തെറ്റാണ്. അന്ന് പക്ഷേ എനിക്ക് ഇത്ര പറയാറായിരുന്നില്ല. ഇന്നിപ്പോൾ പ്രായമൂപ്പ് വന്നു, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാം, എൻ്റെ പക്ഷത്തിലും കുറേ ആൾക്കാരുണ്ട് എന്നെ സഹായിക്കാൻ എന്ന് വന്നിട്ട് ഞാനിതാ ഉറപ്പിച്ചു പറയണു, പഴയ തെറ്റ് സ്ഥിരീകരിക്കാൻ ഞാൻ ഒരുക്കമില്ല. ആ തെറ്റ് പരിഹരിക്കുകയാണ് വേണ്ടത്. ആ പരിഹാരമാണ് നടന്നിട്ടുള്ളത്. അതിലൊരു മാറ്റവും പാടില്ല. അവസാനമായിട്ട് അതുകൊണ്ട് ദുര്യോധനന് പറയാനുള്ളത് എന്താ?
ധ്രിയമാണേ മഹാബാഹൗ മയി സംപ്രതി കേശവ യാവദ്ധി തീക്ഷ്ണയാ സൂച്യ വിദ്യേത് അഗ്രേണ കേശവ താവദപ്യപരിത്യാജ്യം ഭൂമേർനഃ പാണ്ഡവാൻ പ്രതി. ധ്രിയമാണേ മഹാബാഹൗ മയി സംപ്രതി കേശവ യാവദ്ധി തീക്ഷ്ണയാ സൂച്യ വിദ്യേത് അഗ്രേണ കേശവ താവദപ്യപരിത്യാജ്യം ഭൂമേർനഃ പാണ്ഡവാൻ പ്രതി. ദുര്യോധനൻ്റെ അവസാനത്തെ നിലപാട് പറയുക. എന്താണത്? ധ്രിയമാണേ മഹാബാഹൗ മയി സംപ്രതി കേശവ. എത്രത്തോളം കാലം ഞാൻ ഈ കയ്യും കാലും പ്രാണനുമായി ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രത്തോളം കാലം ഒരു കാര്യം തീരുമാനമാണ്. എന്താണത്? യാവദ്ധി തീക്ഷ്ണയാ സൂച്യ വിദ്യേത് അഗ്രേണ കേശവ. കേശവ, നല്ല മൂർച്ചയുള്ള മൊട്ടുസൂചി ഉണ്ടല്ലോ, ആ മൂർച്ചയുള്ള മൊട്ടുസൂചി കൊണ്ടൊരു കുത്തിയാൽ എത്ര സ്ഥലം കിട്ടുമോ അത്ര സ്ഥലവും കൂടി ഞാൻ കൊടുക്കാൻ തയ്യാറില്ല. താവദപ്യപരിത്യാജ്യം, എൻ്റെ കയ്യിലുള്ള രാജ്യത്തിൻ്റെ സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കല. ആ സൂചി കുത്താനുള്ള പഴുതുപോലും ഈ ദുര്യോധനൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എന്തു വേണമെങ്കിൽ വന്നോട്ടെ. കാര്യം ഈ സദസ്സ് മികച്ചതാണ്. എന്നെ എടുത്തു വളർത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ അച്ഛൻ ധൃതരാഷ്ട്രനും ഉണ്ട് ഇവിടെ, ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, വിതുരനുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദുര്യോധനൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം. സൂചി കുത്തിയാൽ കിട്ടാവുന്ന സ്ഥലം പോലും ഹസ്തിനപുരത്തിൽ നിന്ന് യുധിഷ്ഠിരന് കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറില്ല. ഇല്ല, ഇല്ല. ധ്രിയമാണേ മഹാബാഹൗ മയി സംപ്രതി കേശവ യാവദ്ധി തീക്ഷ്ണയാ സൂച്യ വിദ്യേത് അഗ്രേണ കേശവ താവദപ്യപരിത്യാജ്യം ഭൂമേർനഃ പാണ്ഡവാൻ പ്രതി. 13 കൊല്ലായി ഞാൻ ഈ ആധിപത്യം വച്ചിരിക്കുന്നു. ഇനി 14ാമത്തെ കൊല്ലത്തിൽ ഒരു കൃഷ്ണൻ ശാന്തി സന്ദേശവുമായി വന്നു എന്നുള്ള പേരിൽ ഈ നില മാറ്റാൻ ദുര്യോധൻ ഒരുക്കമില്ല. കൃഷ്ണൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പല ദൗത്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. എന്ത്? യുധിഷ്ഠിരൻ്റെ ശാന്തി ദൗത്യവുമായി ഹസ്തിനപുരത്തിലേക്ക് പോയി അവിടെ അദ്ദേഹം നടത്തുന്ന അവതരണം, പെരുമാറ്റം. ഇതുപോലെ രണ്ടാമതൊരു വിശേഷപ്പെട്ട ദൗത്യം അദ്ദേഹം നിർവഹിക്കാൻ പോകുന്നതാണ്. അർജുനൻ്റെ ഹിതപ്രകാരം, കൃഷ്ണൻ്റെയും ഹിതപ്രകാരം മഹാഭാരത യുദ്ധം ഇദം പ്രഥമമായി നടക്കാൻ പോകുന്നതാണ്. ആ യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞത്. ഇത് രണ്ടും വളരെ ഗൗരവമുള്ളതാണ്. സാധാരണ നമ്മൾ കൃഷ്ണനെ കൃഷ്ണപരമാത്മാവാണ്, ഭഗവാനാണ് എന്നൊക്കെ ചിത്രീകരിച്ച് അദ്ദേഹത്തിനെ സ്തുതിക്കാനും ആരാധിക്കാനും നിവേദ്യങ്ങൾ, സത്കാരങ്ങൾ ഇതൊക്കെ കൊടുക്കാനുമാണ് പരിശ്രമിക്കുക. അദ്ദേഹം ഭഗവാനാണെന്ന് പരിഗണിക്കുന്നവർ അങ്ങനെ പരിഗണിച്ചോട്ടെ. പക്ഷേ ആദ്യമായിട്ട് നമുക്ക് കൃഷ്ണനെ സമ്മാനിച്ചു തരുന്നത് ചരിത്ര രൂപത്തിൽ വ്യാസദേവനാണ് മഹാഭാരതത്തിൽ. ആ മഹാഭാരതത്തിലുള്ള കൃഷ്ണൻ ഒരു മനുഷ്യകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അമാനുഷമായ ചില വൈഭവങ്ങൾ ഉണ്ടാകാം. ഈ അമാനുഷ വൈഭവം ഉണ്ടാവുന്നതും പ്രകടമാകുന്നതും എവിടെയാ? സ്വർഗത്തിലോ ആകാശത്തിലോ അപ്രത്യക്ഷമായ തുറകളിലോ അല്ല. നമ്മുടെ മുൻപിൽ മനുഷ്യനായി അദ്ദേഹം പെരുമാറുന്നു, സംവദിക്കുന്നു, സമ്പർക്കം നടത്തുന്നു. വിശേഷപ്പെട്ട ചില മാനങ്ങളും മഹിമകളും മാനദണ്ഡങ്ങളുമെല്ലാം കാണിക്കുന്നു, പ്രതിപാദിക്കുന്നു, അവതരിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ ഭഗവാനായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരാധിച്ചാൽ കൃഷ്ണനെ പോലെ ആകാനോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഭക്തി ആരാധനയിൽപ്പെട്ട പലതും പോലെ ഒന്നെന്ന് പറഞ്ഞ് തള്ളാനേ പറ്റൂ. അദ്ദേഹം പറയുന്നത് കേട്ട് ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാവപ്പകർച്ച ഉണ്ടാക്കണം, ഒരു വീക്ഷണമാറ്റം ഉണ്ടാക്കണം. നമ്മുടെ ഉൾ വ്യക്തിത്വത്തിന് കാര്യമായ വിശാലത വേണം, ഗാഠത വേണം, ഔന്നത്യം വേണം. വളരെ അഭൂതപൂർവമായിരിക്കുന്ന മാനങ്ങളും മഹിമകളും ഉൾക്കൊള്ളണമെങ്കിൽ അദ്ദേഹത്തിനെ മനുഷ്യകൃഷ്ണനായി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ എന്നോട് പറയുകയാണ്,
സ്വാമിജി മഹാഭാരതം അതെന്താ അത്? ഒരു പൊതുപ്പറച്ചിലുണ്ട് പലതും ഉള്ളതുപോലെ. ഞാൻ പറഞ്ഞുവല്ലോ, പ്രദീപൻ്റെ കാര്യം ഒരാളും പറയില്ല, ശന്തനുവിൻ്റെ കാര്യമേ പറയുള്ളൂ. ആ പ്രദീപൻ്റെ മഹിമയാണ് നമുക്ക് അനുസരിക്കാനും പകർത്തിയെടുക്കാനും ഉള്ളത്. ഒറ്റ ആളതിനെപ്പറ്റി മിണ്ടില്ല. നല്ല കാര്യങ്ങളുടെ ദൃഷ്ടാന്തം സ്വതവേ പറയാറേ ഇല്ല. അങ്ങനെയാണ് മനുഷ്യർ. അതുപോലെ മഹാഭാരതം എന്ന് പറയുന്നത് മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് എന്തെല്ലാം നമുക്ക് സമ്പർക്കങ്ങളോ ആഘാതങ്ങളോ ഉണ്ടായാലും അവയെല്ലാം വേണ്ടതുപോലെ വീണ്ടു വിചാരത്തോടുകൂടി, ക്ഷമയോടുകൂടി, സഹനശക്തിയോടുകൂടി നമ്മൾ സ്വീകരിച്ച്, സ്വാംശീകരിച്ച്, സംലയിപ്പിച്ച്, ആത്മസാത്കരിച്ചെടുക്കാനുള്ള വഴികളാണ് ഇതിൽ ആദ്യന്തം പ്രതിപാദിച്ചിരിക്കുന്നത്. ആ മഹാഭാരതം വീട്ടിൽ വയ്ക്കരുത്, വായിക്കരുത് എന്നൊരു പറച്ചിലാണ് നമ്മുടെ ഇടയിൽ. എന്താ അത്? 5ാമത്തെ വേദം എന്നാണ് മഹാഭാരതത്തെക്കുറിച്ച് പറയുക. 5ാം വേദമായിരിക്കുന്ന മഹാഭാരതം നമ്മുടെ വീട്ടിൽ വച്ചാൽ ആ വൈദിക പവിത്രതയും ശുദ്ധിയും ആവേശവും നമുക്ക് ഉണ്ടാവുകയല്ലേ ചെയ്യുക. പക്ഷേ ജനങ്ങൾ പറഞ്ഞിരിക്കുക, സഹോദരന്മാർ തമ്മിൽ വഴക്ക് കൂടിയ ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം, അതുകൊണ്ട് നിങ്ങളൊക്കെ വഴക്ക് കൂടും. എന്നൊരു വഴക്ക് കൂടുന്നു? നല്ല മനുഷ്യരാണെങ്കിൽ വഴക്ക് കൂടേണ്ട ആവശ്യം എന്താ? മുതലിന് വേണ്ടി അപഹരിക്കാൻ വേണ്ടി പുറപ്പെടുക, തട്ടിപ്പറിക്കാൻ വേണ്ടി പുറപ്പെടുക, തരേണ്ടത് തരില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും സ്വത്ത് ഭാഗം വയ്ക്കാൻ പുറപ്പെട്ടു. എത്ര ആളുണ്ട്? 7 ആളുണ്ട്. 7 ആൾക്കും കൂടി ഭാഗം വേണ്ടതുപോലെ നടത്തണമെന്ന് പറഞ്ഞ് ഒരു ആധാര എഴുത്തുകാരനെടുത്തോ വക്കീലിനെടുത്തോ കൊടുത്തു. അദ്ദേഹം ആലോചിച്ചു, 7 ആയി പങ്കുവച്ചു. സൗഹാർദ്ദം. അതിൽ ചിലർ പറയണം, എന്ത്, എൻ്റെ പങ്ക് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ പകുതി മതി, ഇന്ന ആൾ ഇത്തിരി ദുർബലനാണ്, ആ ആൾ എടുത്തോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നതിന് വിരോധമില്ല. അല്ലാതെ വഴക്കടിക്കാൻ പുറപ്പെട്ടാൽ അപ്പം എന്താ ചെയ്യുക? വഴക്ക് എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമുണ്ടാവണം. വഴക്കടിക്കുന്ന സഹോദരന്മാർ വെറുതെ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാവില്ല. അവരൊന്നിലോ കോടതിയിൽ പോവും, വേറൊരു സ്ഥലത്ത് പോവും, വാക്യുദ്ധം നടത്തും. അത് കഴിഞ്ഞാൽ കോടതി യുദ്ധമാവും. അപ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് മഹാഭാരതത്തിൽ ഇല്ലാത്ത സംഗതികൾ പറയുന്നു എന്ന്. അങ്ങനെ എങ്ങാനും വഴക്കും വെക്കാണവും ഉണ്ടായാൽ ഒരു മനുഷ്യൻ എന്തു വേണം? നല്ലവരെ നല്ല മാർഗത്തിൽ നിന്ന് കടുകട വ്യതിചലിക്കരുത്. പൊട്ട മനുഷ്യരെ എന്തൊക്കെ വേണമെങ്കിൽ ചീത്തയായിക്കോട്ടെ, നിങ്ങൾ അതൊന്നും കണ്ട ഭാവം നടിക്കരുത്. നമ്മുടെ മാർഗം സഹിക്കലാണ്, നമ്മുടെ മാർഗം ഔദാര്യമാണ്, നമ്മുടെ മാർഗം സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുത എന്ന് പറയുന്ന ഗുണമുണ്ടല്ലോ, ആ ഗുണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര മഹിമയുണ്ടാവും. ഇവർ തമ്മിൽ ഭാഗം കഴിച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. ഒരു മരുഭൂമി എന്ന് പറയട്ടെ. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരനും ബാക്കിയുള്ളവരും കൂടി എല്ലാം വെടുപ്പാക്കി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വലിയ വലിയ സൗധങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം ഒരു സഭാഗൃഹം വരെ, ദുര്യോധന് അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ഒരു സഭാഗൃഹം വരെ മയൻ സമ്മാനമായി പണിതു കൊടുത്തു. എന്തിനുള്ള സമ്മാന? അർജുനൻ്റെ വീര്യപരാക്രമത്തിനുള്ള സമ്മാനം, അർജുനൻ്റെ ഗാണ്ഡീവ പാടവത്തിനുള്ള സമ്മാനം. ഒരു ഭൂമി വിളയണം എന്നുണ്ടെങ്കിൽ അതിൽ കഷ്ടപ്പെടാനോ നമുക്ക് ശരീരബലം വേണം, മനസ്സിനുള്ള സാന്നിധ്യം വേണം, എല്ലാം വേണം. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഭൂമി അവർക്ക് കൊടുത്തിട്ടും ഹസ്തിനപുരത്തെ കവിച്ചു വയ്ക്കാവുന്നതായ സമ്പദ് സമൃദ്ധിയോട് കൂടിയിട്ടാണ് അവർ വളർന്നത്. അപ്പം എവിടെയെല്ലാം അവരെ തട്ടിത്താഴ്ത്തിയാലും അതിൽ നിന്നെല്ലാം മരത്തടി പുഴയിലിങ്ങനെ ഒഴുകുക. ചില സമയത്ത് ആ ഒഴുക്കിൽപ്പെട്ട് അത് ഉള്ളിലേക്ക് പോയി എന്ന് വരാം. കുറച്ചു നേരം ഉള്ളിൽ കഴിഞ്ഞാൽ അത് പൊന്തി അങ്ങോട്ട് പുറത്തു വരും. അതുമാതിരി സർവ്വ ബുദ്ധിമുട്ടുകളെയും കവച്ചു വെച്ച് പ്രയാസങ്ങൾ നേരിട്ട് കഠിനാധ്വാനം ചെയ്ത് സമ്പദ് സമൃദ്ധിയോട് കൂടിയിട്ടാണ് അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുന്നത്. ഇന്നും നമ്മുടെ രാജ്യത്തിൽ 2 പേരുണ്ട്, ഹസ്തിനാപുരം, ഇന്ദ്രപ്രസ്ഥം. കൂടുതൽ മനുഷ്യർക്ക് അറിയുന്നത് ഇന്ദ്രപ്രസ്ഥ, ഹസ്തിനപുരം അല്ല. എന്താ അതിന് കാരണം? മനുഷ്യരുടെ നന്മയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പ്രേക്ഷകരെ, നിങ്ങളുടെ പണത്തിൻ്റെ പേരിൽ, പ്രതാപത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ നിങ്ങളെ ജനം ഓർമ്മ വയ്ക്കുമെന്ന്. നിങ്ങളുടെ പിൻഗാമികൾ പോലും ഓർമ്മ വയ്ക്കില്ല. നമുക്ക് ഓർമ്മ വയ്ക്കാവുന്നത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉൾമഹിമയാണ്. താൻ സംസാരിക്കുന്നത്, താൻ പെരുമാറുന്നത്, താൻ ചിന്തിക്കുന്നത്, തൻ്റെ ആദർശങ്ങൾ, താൻ പുലർത്തിപ്പോകുന്ന മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളുടെ കയ്യിലുള്ള പണം ലോകർക്ക് എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ച് കൊടുക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ള വീക്ഷണം ഇഹലോകത്തിലും പരലോകത്തിലുമുള്ളവർ കട്ടുവരെ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഉള്ളതാണ്.
ഇപ്പോൾ വേദവ്യാസൻ മഹാഭാരതം എഴുതി, ഭഗവത്ഗീത എഴുതി. എത്ര രാജ്യങ്ങളാണ് അത് ഇവിടുന്ന് കൊണ്ടുപോയി വായിക്കുന്നത്, തർജ്ജമ ചെയ്യുന്നത്, അതിനനുസരിച്ച് മനസ്സിന് വികാസം രചിക്കുന്നത്. അദ്ദേഹം നേരെ മറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയത് ഒരു സ്വർണ്ണ കൂടാരമാണെങ്കിൽ ഇത് നടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം നല്ല പോലെ മനസ്സിലാക്കണം, ഈ മഹാഭാരതമാണ് വീട്ടിൽ വെക്കേണ്ടത്, ഭഗവത്ഗീതയാണ് ചൊല്ലേണ്ടത്. കൃഷ്ണൻ അവിടെ പോയി നടന്ന ആ സംഭാഷണമാണ് നാം അനുസ്മരിക്കേണ്ടത്. മഹാഭാരതം എന്ന് പറയുന്നത് ഹസ്തിനപുര രാജവംശത്തിൻ്റെ ഒരു പതന വിവരണമാണ്. നമ്മുടെ എഡ്വേർഡ് ഗിബൺ എഴുതിയിട്ടുണ്ട് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ കുരുവംശം ഉണ്ടല്ലോ, രാജാക്കന്മാരെ, ആ രാജവംശത്തിൻ്റെ അധപ്പതനവും നാശവും എന്ന് വരെ പറയാം. അതാണ് പ്രധാനമായും മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്തായി? രാജാക്കന്മാരുടെ ചെയ്തികളും അവരുടെ ഭരണപരിണാമങ്ങളുമെല്ലാം നാം കേൾക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ, ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള ആൾക്കാർ, ഗവർണർമാർ, ഇവരെയൊക്കെ കുറിച്ച് എഴുതുന്നത് പോലെയുള്ള ഒരു ചരിത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഉള്ളടക്കം വളരെ വിശേഷപ്പെട്ടതാണ്. എന്നാൽ മഹാഭാരതം എഴുതിയിട്ടുള്ളത് വ്യാസദേവനാണ്. അദ്ദേഹം ഒരു തപോധനനും മഹർഷിയുമായിരുന്നു. അവരെന്തെങ്കിലും എഴുതുന്ന സമയത്ത് ചരിത്രം ചരിത്രമായി മാത്രം അവശേഷിക്കില്ല. ആ ചരിത്രത്തിലൂടെ അവർ ജീവിത മൂല്യങ്ങളും തത്വസിദ്ധാന്തങ്ങളും നല്ലപോലെ പഠിപ്പിച്ചു വരുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ രാമായണവും മഹാഭാരതവും ഇന്നും സംസ്കാര രൂപത്തിൽ ഒരു സംസ്കാര നിധിയായി, സമ്പത്തായി, വലിയ ഒരു പ്രേരണയും സ്വാധീനവും നിർബന്ധവുമായി നിലനിൽക്കുന്നത്. ചരിത്രം ഇതിഹാസമാവുന്നത് എപ്പോഴാണ്? നടന്ന സംഭവങ്ങളെ വെറും വിവരണപ്പട്ടിക എന്നുള്ളത് വിട്ട് ആ നടന്ന സംഭവങ്ങളുടെ പിന്നും മുന്നും ബന്ധപ്പെടുത്തി ആ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യരുടെ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടാകുന്ന തത്വമൂല്യ സിദ്ധാന്ത പരിഗണന, ആ ചർച്ച അവതരിപ്പിക്കുമ്പോഴേ അത് ഇതിഹാസമാവുള്ളൂ. അപ്പം നമ്മുടെ രാമായണവും മഹാഭാരതവും ഒരു ചരിത്ര ഗ്രന്ഥമായിരുന്നുവെങ്കിൽ അത് എന്നോ മണ്ണടിഞ്ഞു പോയിരിക്കും. അതൊരു സാംസ്കാരിക നിധിയായി നിലനിൽക്കുന്നതിനുള്ള കാരണം അതിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ധർമ്മം എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു വാക്കിൽ പറയാമെങ്കിൽ പ്രോബിറ്റി, എത്തിക്സ് എന്നൊക്കെയാണ് അതിനെ പറയുക. ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ, ചിന്താഗതിയിൽ, സംസാരത്തിൽ എന്തെല്ലാം മൂല്യങ്ങളോ നിഷ്ഠകളോ നിയന്ത്രണങ്ങളോ ഉൾക്കൊള്ളണമോ, അതിലെന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണമോ, ആദർശങ്ങൾ വേണമോ, അതെല്ലാം വേണ്ടതുപോലെ ഗ്രഹിപ്പിക്കുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാവരും കൂടി മുറവിളി കൂട്ടുന്നത് എന്തിനാ? എത്തിക്സ് ഇൻ ഗവേണൻസ്, എത്തിക്സ് ഇൻ ഗവേണൻസ്. ഭരണം പോലെ ഭരണത്തിലുള്ള സദാചാര മൂല്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ജനായത്തമാണ് നമ്മുടെ സംവിധാനം. ലോകത്തിലൊട്ടാകെ ഏതാണ്ട് ജനായത്തമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതില്ലാത്ത രാജ്യങ്ങളിൽ ജനങ്ങൾ മുറവിളി കൂട്ടുന്നു ജനായത്തത്തിന് വേണ്ടി. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ജനായത്ത സംവിധാനമാണെങ്കിലും അതിലൊരു എത്തിക്സ് ആവശ്യമാണല്ലോ, ഒരു സദാചാര മൂല്യം. അത് നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും വേദസംഹിതയിലും ഒക്കെ ധാരാളം കാണാം. അപ്പോൾ ഈ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ചരിത്ര ഗ്രന്ഥമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നടന്ന സംഭവങ്ങളെ പരാമർശിക്കണു, നിരത്തി നമ്മുടെ മുൻപിൽ വയ്ക്കണു മഹർഷി എന്നുള്ളത് ശരിയാ. പക്ഷെ ആ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം അനുവാചകന്മാരിൽ, ശ്രോതാക്കളിൽ, പ്രേക്ഷകന്മാരിൽ അത് ഓരോന്നും കേൾക്കുന്ന സമയത്ത് തത്വമൂല്യ സിദ്ധാന്തങ്ങൾ മനസ്സിലും ബുദ്ധിയിലും രൂപപ്പെടണം, രൂഢമൂലമാകണം. അതിനോട് നല്ല ഒരു ആഭിമുഖ്യം, ഒരു പ്രതിബദ്ധത, ഒരു താതാത്മ്യം വളർന്നു വരണം എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെയാണ് ഈ മഹാഭാരതത്തിനെ നമ്മളെല്ലാം കാണേണ്ടത്. ആ മഹാഭാരത വിവരണത്തിൽ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ട്. അത് രണ്ടും വാസ്തവത്തിൽ വെറും യുദ്ധം പോലെയുള്ള ഒരു ചരിത്രമോ വിവരണമോ അല്ല. ആദ്യത്തെ സംഭവമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടന്നത്. അതെന്താ? 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്നു നിന്നു. ആ വന്ന സമയത്ത് പാശുപതാസ്ത്രം കയ്യിലുണ്ട്, ഗാണ്ഡീവവും കയ്യിലുണ്ട്. ഇത് 2 എണ്ണമാണ് അർജുനനെ വേർതിരിച്ച് നിർത്തുന്നത്. അതുകൂടാതെ അർജുനന് വിശേഷപ്പെട്ട ഒരു യോഗ്യത എന്തായിരുന്നു? മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനാണ് തേരാളി. അപ്പം കൃഷ്ണനെ തേരാളിയാക്കി
ഒരു യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു അഭിലാഷം കൊച്ചുകുട്ടികൾക്കുള്ളതുപോലെ അർജുനൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് വെച്ചുകൊണ്ടാണ് കൃഷ്ണ എനിക്ക് തേരാളിയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ സമ്മതിച്ചു. ഇനി ഇതിലധികം ഒരു യോഗ്യത ആർക്കെങ്കിലും വരണോ? ഗാണ്ഡീവമുണ്ട് കയ്യിൽ, പാശുപതാസ്ത്രമുണ്ട് പ്രയോഗിക്കാൻ, കൃഷ്ണൻ തേരാളിയുണ്ട്. തേരാളി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരു ടാക്സി ഡ്രൈവറോ എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റോ അല്ല. തേരാളി സാരഥി എന്ന് പറഞ്ഞാൽ സാരഥിക്കുള്ള യോഗ്യതകൾ മഹാഭാരതത്തിൽ വ്യാസമഹർഷി ചിത്രീകരിക്കുന്നുണ്ട്, വായിച്ചു നോക്കേണ്ടതാണ്. രഥി എന്ന് പറഞ്ഞാൽ രഥത്തിൽ നിവർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്നവനാണ് രഥി. അപ്പം ആ രഥിയെ എവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തണം, എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, ഏതാണ് മർമ്മപ്രധാനമായിരിക്കുന്ന സ്ഥാനങ്ങൾ യുദ്ധം ചെയ്യാൻ, ആരാരോടെല്ലാം പൊരുതണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവനാണ് ശരിയായിട്ടുള്ള സാരഥി. എങ്ങാനും രഥിക്ക് മങ്ങലോ ഉത്സാഹക്കുറവോ തകരാറോ വന്നാൽ അതൊക്കെ നീക്കാവുന്ന തരത്തിൽ ഉത്സാഹവും ആവേശവും ചൊടിയും ശേമുഷിയും ഒക്കെ തൊടുത്തു വിടാവുന്ന തരത്തിൽ സംസാരിച്ച് ധാരാളം ആവേശം കൊടുക്കാൻ പറ്റുന്നവനാണ്. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു തേര് കൊണ്ടുപോയി നിർത്തണമെന്ന്. കൃഷ്ണൻ കൊണ്ടുപോയി നിർത്തിയത് ഭീഷ്മദ്രോണാദികളുടെ മുൻപിലാണ്. അതോടുകൂടി അർജുനൻ തളർന്നു. ആ തളർന്ന അർജുനനെ തളർച്ച മാറ്റി താഴത്തിട്ട അമ്പും വില്ലും കയ്യിലടിപ്പിച്ച് 18 ദിവസം പൊരിഞ്ഞ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി കൊടുത്ത ഉപദേശമാണ് ഭഗവത്ഗീത. ഇപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ എന്നോട് പറയണം, ഞാൻ നടന്ന ഒരു സംഭവം പറയുകയാണോ അതോ മനുഷ്യ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തളർച്ച അനുഭവപ്പെടുമ്പോൾ അത് എന്നേക്കുമായി നീക്കിക്കിട്ടാനുള്ള ഒരു വഴിയുണ്ട്, ആ വഴിയും മനസ്സിലും ബുദ്ധിയിലും ഒളിഞ്ഞു കിടക്കണു, ആ ഒളിഞ്ഞു കിടക്കുന്ന ശക്തിയെ തെളിയിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൃഷ്ണൻ നൽകിയ ഉപദേശമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് എന്തു വന്നു? ആ യുദ്ധവിവരണത്തിൽ യുദ്ധം എന്ന് പറഞ്ഞത് 18 ദിവസത്തെ ആ കാലത്തെ സംഭവം മാത്രമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങൾക്ക് വായിക്കാം, അറിയാം, മനസ്സിലാക്കാം. അതിന് മീതെ നമുക്കൊന്നുമില്ല. നമ്മൾ ആരും മഹാഭാരത യുദ്ധം ചെയ്യാൻ പോകുന്നവരല്ല. നമ്മുടെ മുൻപിൽ ഒരു ഭീഷ്മനുമില്ല, ഒരു ദ്രോണനുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുമില്ല, കൊന്നിട്ടുമില്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. എന്നാൽ അർജുനൻ്റെ മനസ്സ് തളർന്നതുപോലെ, ബുദ്ധി കുഴഞ്ഞതുപോലെ, കലക്കമുണ്ടായതുപോലെ, ശരീരമാസകലം വിറച്ച് വായ വരേണ്ടതുപോലെ നമുക്കും ഈ മാതിരി പരാധീനതകളും വശക്കേടുകളും ഉണ്ടാവാം. അത് ഉണ്ടാവുന്ന സമയത്ത് അത് പരിഹരിക്കാനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്ക് ഭഗവത്ഗീത നമ്മുടെ സ്ഥിരം സുഹൃത്തായിത്തീരുന്നു. അതാണ് ഇന്നും മഹാഭാരതം വായിക്കാൻ മനുഷ്യർ പുറപ്പെട്ടില്ലെങ്കിലും ഭഗവത്ഗീത ചൊല്ലലും അനുഷ്ഠിക്കലും എല്ലാം ഉണ്ട്. ആധുനിക ലോകം ഈ ഭഗവത്ഗീതയെ ഒരു മാനേജ്മെൻറ്റ് ശാസ്ത്രമായി പരിഗണിക്കുന്നുണ്ടപ്പോൾ. ഇതിലും നല്ല ഒരു മാനേജ്മെൻറ്റ് ശാസ്ത്രം ഇല്ല എന്നാണ് പറയുന്നത്. അത്ര വിശേഷപ്പെട്ടതാ. അവിടെ ചർച്ചാ വിഷയം എന്താ? വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സ്, ആലോചനാനിരതമായിരിക്കുന്ന ബുദ്ധി, ഇത് രണ്ടിനെയും വെച്ചുകൊണ്ടാണ് ഈ ഉപദേശം മുഴുവൻ നിൽക്കുന്നത്. മനുഷ്യ മനസ്സിന് എന്തെല്ലാം മൂല്യങ്ങൾ വേണം, എന്തെല്ലാം വിഭവങ്ങൾ വേണം, എന്തെല്ലാം ധന്യത, യോഗ്യത, സമ്പത്ത്, ബലം, പരാക്രമം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും? ഒരു കാര്യമെടുത്താൽ ഒരു മുടക്കമോ തളർച്ചയോ പിന്തിരിപ്പനോ തോന്നാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഭഗവത്ഗീതയിൽ ചർച്ചാ വിഷയം. അപ്പോൾ ഭഗവത്ഗീത കരുപ്പിടിപ്പിച്ച ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? അനപേക്ഷ ശുചിർദക്ഷ, നല്ല വൃത്തിയും വെടുപ്പുമുള്ളവനാ. ആ വൃത്തിയും വെടുപ്പും പുറത്തും ഉണ്ടാവും, അകത്തും ഉണ്ടാവും. ദക്ഷ എന്ന് പറഞ്ഞാൽ അതിസമർത്ഥൻ. എന്തിന്? ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും സംസാരിക്കുന്നതിലും എന്ത് സാഹസകർമ്മവും എടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാനും എല്ലാറ്റിനും സമർത്ഥനായിരിക്കണം. കാര്യക്ഷമത, പ്രവർത്തന സാമർഥ്യം, കുശലത, ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാവുക? ഇതൊക്കെ കൈകൊണ്ടും കൈവിരലുകൾ കൊണ്ടും ഉണ്ടാവേണ്ടതല്ല. കൈയും കൈവിരലും പ്രവർത്തിക്കണമെങ്കിൽ അതിന് മനസ്സാണ് പിന്നിൽ, ബുദ്ധിയാണ് പിന്നിൽ. അപ്പം ബുദ്ധിയിലുള്ളതായ ആ ബലം, അതിനുള്ള വീക്ഷണ ശക്തി ഉണ്ടല്ലോ, അതിനാണ് പ്രതിഭ, ധിഷണ എന്നൊക്കെ പറയുക. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ലോകത്തിൽ നമുക്ക് ആവശ്യം. അതാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്ന 2 വാക്ക് ആദ്യമേ 2ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഭഗവത്ഗീത പറയുമ്പോൾ പറയാം. അപ്പോൾ സ്ഥിതപ്രജ്ഞനാണ് ഭഗവത്ഗീത നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതായ മോഡൽ, എക്സംപ്ലറി ആയിട്ടുള്ള മാതൃകാ പുരുഷൻ. അതേമാതിരി ദക്ഷൻ, കാര്യശേഷിയുള്ളവൻ. സർവഭൂതഹിതേ രഥാഹ എന്നാണ് പിന്നെ ഒരു വിശേഷണം. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ നന്മയിലും അഭിവൃദ്ധിയിലും
തത്പരനായിരിക്കണം ആ മനുഷ്യൻ. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു ഉത്തമ ഭക്തൻ. ഭക്തൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ദേശഭക്തി, കുടുംബഭക്തി, പിതൃഭക്തി എന്നൊക്കെ പറയും. ഭക്തി എന്നങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും അത് നിങ്ങൾ മതമാണെന്ന് വിചാരിക്കരുത്. മനുഷ്യൻ്റെ മനസ്സിലുള്ള വിശ്വാസത്തിനാണ് ഭക്തി എന്ന് പേര്. ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ എന്തും അടിയറ വയ്ക്കാൻ തയ്യാറാവുമ്പോൾ ഭക്തി പരമകാഷ്ഠയിലെത്തി. ആ ഭക്തി മനുഷ്യൻ്റെ മനസ്സിന് അങ്ങേയറ്റം വീര്യവും പരാക്രമവും നൽകുന്നതാണ്. മനുഷ്യനെ അജയ്യനാക്കി തീർക്കുന്നതാണ്. ഇപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു വിശേഷപ്പെട്ട സങ്കല്പമാണത്. ഈശ്വരൻ എന്ന വാക്ക് നമ്മുടെ വാക്കാണ്, നാം രചിച്ചിട്ടുള്ള വാക്കാണ്. മനുഷ്യൻ എങ്ങനെയോ അതുപോലെ തന്നെ ഈശ്വരൻ എന്ന ശബ്ദവും. മനുഷ്യന് ഒരർത്ഥമുണ്ടെങ്കിൽ ഈശ്വരന് വേറെ ഒരർത്ഥമുണ്ട്, ലോകത്തിന് വേറെ ഒരർത്ഥമുണ്ട്. ഈ വാക്കുകൾ മുഴുവൻ നിർഗളിക്കുന്നത് മനുഷ്യ മനസ്സിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥവും ആശയവും വ്യക്തമാക്കേണ്ടതും നമ്മളാണ്. അങ്ങനെ അതിമഹത്തായിരിക്കുന്ന ഒരു സങ്കല്പം എന്താണത്? ഈ വിസ്തൃതവും വിശാലവും അനന്തവുമായിരിക്കുന്ന ലോകം അല്ലെങ്കിൽ വിശ്വം എവിടുന്ന് പുറപ്പെട്ടുവോ ആ ഉത്പത്തി കേന്ദ്രമാണ് ഈശ്വരൻ എന്ന് നാം പറയുന്നത്. വാസ്തവത്തിൽ അവിടെ പുല്ലിംഗം ഉപയോഗിക്കരുത്, നപുംസകലിംഗമാണ് ചേരുക. എന്നാൽ നമ്മൾ പുല്ലിംഗ സ്ത്രീലിംഗക്കാരായതുകൊണ്ട് ഈശ്വരൻ ഈശ്വരി എന്നൊക്കെ പറയുന്നു. അതാണ് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും മഹാഭാരതത്തിലും ഒക്കെ പോയാൽ എന്താ അവിടെ പറയണത്? യതോ ധർമ്മസ്തതോ ജയ. എവിടെ ഈശ്വരനുണ്ടോ അവിടെ ജയം എന്ന് പറയണില്ല. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സദാചാരനിഷ്ഠ, മൂല്യവത്തായിരിക്കുന്ന ജീവിതം, നിഷ്ഠയും നിയന്ത്രണവും ആദർശവും എല്ലാം വേണം. അങ്ങനെയുള്ള ജീവിതം, ആ എത്തിക്കൽ ലൈഫ്, എത്തിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ മാതിരിയുള്ളതാണ്. അതിനാണ് ജയം എന്ന് പറയുന്നു. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി, ഉത്തമ ഭക്തൻ എന്നൊക്കെ ആദർശം പറഞ്ഞു തരികയാണ് ഭഗവത്ഗീതയിൽ. അതുകൊണ്ട് എന്തു വന്നു? മഹാഭാരത യുദ്ധത്തിൻ്റെ വിവരണം ചരിത്രം പോലെ വായിച്ച് വിസ്മരിച്ചോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയോ വയ്ക്കാം എന്നുണ്ടെങ്കിലും ഭഗവത്ഗീത നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇതാണ് തുടക്കത്തിലുണ്ടായ സംഭവം. അത് മഹാഭാരതത്തിൽ നടന്നതാണെങ്കിലും നടന്ന ആ സംവാദത്തിൻ്റെ പ്രസക്തി നിത്യപ്രസക്തമായതുകൊണ്ട് അത് എക്കാലത്തും നമ്മൾ ആചരിച്ചു വരുന്നു. ഇനിയൊന്നെന്താ? യുദ്ധം കഴിഞ്ഞതിന് ശേഷം നടന്നതാ പിന്നെ ഒന്ന്. അർജുനനുള്ള വിഷമം ഈ മാതിരിയുള്ള ഒരു മഹായുദ്ധം ചെയ്യുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. സാധാരണ പറയുന്ന മാതിരി അത്യന്തം പാപം എന്ന് പറഞ്ഞാൽ ഹീനം, മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നത് എന്നാണ് അതിനർത്ഥം. പാപം എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ മതം എന്ന് പറഞ്ഞ ഒരു ആശയവും കൊണ്ടുവരരുത്. പാപം പാപം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ പതിപ്പിക്കുന്നത്. ഇനി പുണ്യം എന്ന് പറഞ്ഞാലോ മനുഷ്യനെ നല്ലവനാക്കി തീർക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങേയറ്റത്തെ പാപമാണെന്ന് വിചാരിച്ച് ഭയന്നപ്പോൾ ആ ഭയം മുഴുവനും പോയി. മഹാഭാരത യുദ്ധത്തിൻ്റെ പ്രസക്തിയും അതെന്താ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അനശ്വരമായ ഒരു സത്യം, ഒരു സത്താവിശേഷം മാത്രമേ ലോകത്തിലുള്ളൂ എന്ന്. ഇതൊക്കെ കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ് 10 പേരൊഴികെ അവിടെ വന്നിട്ടുള്ള 45 ലക്ഷം പടയാളികളും മരിച്ചു. അപ്പം മരിച്ചതിന് ശേഷം ആദ്യമായി അവിടെ നടത്തേണ്ടത് എന്തായിരുന്നു? തർപ്പണങ്ങൾ, പൂർവികരെ, മരിച്ചവരെ ഓർത്ത് ചിലത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് എന്താ ചെയ്തത്? ഇത്രയധികം പടയാളികൾ മരിച്ചിരിക്കുന്നു, അതിൽ അനവധി ശവങ്ങൾ ഇപ്പോഴും ദഹിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിടത്തോളം രഥങ്ങൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചു, ചക്രങ്ങളായിട്ടും തണ്ടുകളായിട്ടും എല്ലാം. അതിൻ്റെ കൊടിക്കൂറ അടക്കം എല്ലാം കൂടി വാരി കോരിയിട്ടു. അകില്, ചന്ദനമുട്ടി എല്ലാം തന്നെ കൊണ്ടങ്ങോട്ട് ഇട്ട് ഗംഭീരമായിട്ടൊരു ചിതയുണ്ടാക്കി അതിൽ ആ ശരീരം മുഴുവനും കോരി അങ്ങോട്ട് ഇട്ട് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുരുക്ഷേത്രം മുഴുവനും ഒരു ശ്മശാനമായി തീർന്നു അന്ന്. എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്? ലക്ഷോപലക്ഷം. ഈ മരിച്ചവരാരാ? പുരുഷന്മാർ, അതും ചെറുപ്പക്കാര്. അവരുടെ വിധവകളുണ്ടല്ലോ, ഭാര്യമാർ. ഇനി പുത്രൻ മരിച്ചവര്, അമ്മാമൻ മരിച്ചവര്, മരുമകൻ മരിച്ചവര് എന്ന് തുടങ്ങി ഒരുപടി ആൾക്കാരുണ്ട്. അപ്പോൾ പുരുഷന്മാരെല്ലാവരും അതിൽ പോയാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? സ്ത്രീകളാ. അപ്പോൾ ഭാരതത്തിൽ ഇതം പ്രഥമമായിട്ടാണത്രേ ലക്ഷോപലക്ഷം ജനങ്ങൾ, സ്ത്രീജനങ്ങൾ യുധിഷ്ഠിരൻ്റെ പിന്നിൽ അണിനിരന്ന് ഭാഗീരഥിയിലിറങ്ങി മരിച്ചവർക്ക് ഒരു കൂറ് കാണിക്കാൻ ഒരു ഉദകതർപ്പണത്തിന് വേണ്ടി അവരങ്ങോട്ട് പുറപ്പെട്ടു. ഈ ഉദകം തർപ്പണം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ എന്തോ വിചാരിക്കരുത്. ആരെങ്കിലും മരിച്ചുപോയി, ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തിയപ്പോൾ അവിടെയും കുറേ ആൾക്കാർ വന്ന് മെഴുകുതിരി കത്തിക്കുകയുണ്ടായി. അതേമാതിരി മരിച്ചുപോയല്ലോ എന്ന് വിചാരിച്ചാൽ പോയവരോടുള്ള കൂറും കടപ്പാടും നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? അവരുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ശരീരം പോയി, അവരെ വിളിച്ചാൽ അവർ വരില്ല, കൊടുത്താൽ തിന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രകാശം. നമുക്ക് കൊടുക്കാനുള്ളത് എന്താ? മണ്ണ്.
വായുവിനെ കൊടുക്കാൻ പറ്റില്ല, പിന്നെ വെള്ളം, അത് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ അഗ്നി. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ ഈ ലോകം മുഴുവനും. അതിൽ മണ്ണ് ഒരാൾക്കും വേണ്ട, തിന്നാൻ കൊടുക്കാറില്ല സ്വതവേ. മണ്ണുരുള വെച്ച് പിണ്ഡം വയ്ക്കുക എന്നൊരു സമ്പ്രദായം ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ മണ്ണിലുണ്ടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടേ ഉണ്ടാക്കുള്ളൂ. അരിയോ ഗോതമ്പോ അങ്ങനെയുള്ളതൊക്കെ, എള്ള്. പിന്നെ ഒന്ന് നമുക്ക് നൽകുക എന്നുള്ളത് വെള്ള. അപ്പോൾ വെള്ളത്തിലിറങ്ങി ഉദകതർപ്പണം നടത്തണം എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ്റെ കീഴിൽ എല്ലാ സ്ത്രീകളും അണിനിരന്ന് തർപ്പണത്തിനങ്ങോട്ട് പുറപ്പെടുമ്പോഴാണ് കുന്തി ദേവി ഓടി വന്നു. ഓടിക്കതച്ച് തല വിരിച്ചിട്ടുണ്ട്, മാറത്തും തലയിലും അടിച്ച് കരഞ്ഞുകൊണ്ടാണ് വരണത്. വന്നിട്ട് എന്താ പറഞ്ഞേ? യുധിഷ്ഠിര, എൻ്റെ പൊന്നുമോനെ, നിന്റെ ജ്യേഷ്ഠൻ കർണനും കൂടി ഉദകതർപ്പണം നടത്തണം എന്ന് പറഞ്ഞു. കഴിഞ്ഞു കാര്യം. എന്ത് കഴിഞ്ഞു? യുധിഷ്ഠിരൻ്റെ മനസ്സ് ആകെ പോയി. 18 ദിവസം കഴിഞ്ഞ് യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞത് എന്താ? ഞാൻ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല, പരാജയത്തിൻ്റെ അങ്ങേ അറ്റത്തിലാണ് ഞാൻ. എൻ്റെ മനസ്സാകെ നഷ്ടപ്പെട്ടു. എനിക്ക് ഇനി ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല, രാജ്യം ഭരിക്കില്ല. ഇതിനു മുൻപ് കാട്ടിലേക്ക് പോയത് ചൂത് കളിച്ച് തോറ്റ് എന്നെ പായിപ്പിച്ചതാണ്. ഇപ്പം ഞാൻ ഇച്ഛാപൂർവം ഇതാ കാട്ടിലേക്ക് പോണു. ജീവിതം മുഴുവനും അവിടെ കായ്കനികൾ തിന്നു കഴിഞ്ഞുകൂടും. എൻ്റെ ജീവിതം തപസ് മാത്രമായി തീരട്ടെ. എനിക്ക് ഒരു അലങ്കാരം വേണ്ട, സ്ഥാനം വേണ്ട, മാനം വേണ്ട, ഖ്യാതി വേണ്ട. കർണൻ എൻ്റെ ജ്യേഷ്ഠനാണെന്നുള്ള വസ്തുത എൻ്റെ അമ്മ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഒളിപ്പിച്ചു നിർത്തി ഇത്ര കാലം. എന്താ അതിനുള്ള കാര്യം? ഇത് ഞാൻ അരമിനിറ്റ് മുമ്പെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ യുദ്ധത്തിന് മുൻപ് എൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നെ ജ്യേഷ്ഠൻ്റെ കാക്കൽ വെച്ച് നമസ്കരിച്ച് ഈ കൂട്ട രക്തച്ചൊരിച്ചൽ ഒഴിവാക്കുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് പുലമ്പാൻ തുടങ്ങി. ആ പുലമ്പിയ സമയത്ത് ആരാ സമാധാനിപ്പിക്കുക? പതിവ് പോലെ അർജുനൻ സംസാരിച്ചു തുടങ്ങി ജ്യേഷ്ഠനോട്. ഒരു ഫലവും ഉണ്ടായില്ല. ഭീമൻ സംസാരിച്ചു, പ്രയോജനമില്ല. നകുല സഹദേവന്മാരും പരിശ്രമിച്ചു, ഡിറ്റോ അതേപോലെ തന്നെ. കൃഷ്ണൻ 4 വാക്ക് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഭഗവത്ഗീത ഉപദേശിച്ച് അർജുനൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് ആശയത്തെളിച്ചം ഉണ്ടാക്കി കൊടുത്ത് ഗാണ്ഡീവവും പാശുപതാസ്ത്രവും ഒക്കെ രണ്ടാമതും തിരിച്ചെടുത്ത് 18 ദിവസം അദ്ദേഹം യുദ്ധം ചെയ്തു. അതിൽ അഭിമന്യു പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരിതാപകരമായ സ്ഥിതിവിശേഷത്തിൽ. ഇതൊക്കെ സഹിച്ചു അർജുനൻ. ആ കൃഷ്ണൻ്റെ വാക്കുകൾ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ പൊള്ളയായി. ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോഴാണ് വ്യാസദേവൻ എന്തോ ചിലത് പറയാൻ തുടങ്ങിയത്. അപ്പോൾ വ്യാസദേവൻ പറയുമ്പോൾ തൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്, തൻ്റെ ജന്മത്തിൻ്റെ പിന്നിലുള്ളവനാ. ഒരു സ്വല്പം കൂടിയോ എന്താണെന്നറിയില്ല. ഒരു സംശയം തോന്നി. എന്താ അത് എന്ന് ചോദിച്ചു. അർജുനൻ ചോദിച്ച മാതിരി. അപ്പോൾ വ്യാസൻ പറഞ്ഞതാണ്, എന്ത്? ഒരു കാര്യം വേണം. ഇതിന് മറുപടി പറഞ്ഞ് ആശയത്തെളിച്ചം ഉണ്ടാക്കാൻ ഞാനല്ല, നിന്റെ തന്നെ മുത്തശ്ശൻ കിടക്കുന്നുണ്ട് അവിടെ ശരശയിൽ. ഉത്തരായനം പ്രതീക്ഷിച്ച് കിടക്കുകയാണ് അദ്ദേഹം അവിടെ. അതുവരെ ശരീരം വിടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മനോജയം എത്രയുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് മൂർത്ത ശരങ്ങളാണ് തറച്ചു കയറിയിരിക്കുന്നത് ശരീരത്തിൽ. അവിടെ തല പൊക്കി അങ്ങോട്ട് കിടക്കുകയാണ്. ഉത്തരായനം വരട്ടെ, എന്നിട്ടേ ഞാൻ ശരീരം വിടുള്ളൂ. സ്വേച്ഛാമൃത്യു എന്നൊരു യോഗ്യതയുണ്ട് അദ്ദേഹത്തിന്. ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണ് അദ്ദേഹം, നിന്റെ മുത്തശ്ശൻ. അപ്പം അദ്ദേഹം പറയുന്ന വാക്കിനാണ് ഏറ്റവും പ്രസക്തിയും അധികാരവും സാന്ത്വന ശക്തിയും ഉള്ളത്. അതുകൊണ്ട് നീ മുത്തശ്ശൻ്റെ അടുത്ത് പോയി ആശയത്തെളിച്ചം നേടിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും യുധിഷ്ഠിരന് വിഷമായി. ഞാനോ വലിയ മഹാപാപി, കടുങ്കയ്യ് പ്രവർത്തിച്ചവനാ. ഇതേ മുത്തശ്ശൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, അങ്ങയെ തട്ടിയിടാനുള്ള വഴി എന്താന്ന്? അങ്ങ് അമ്പും വില്ലുമായി യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അധർമ്മത്തിൻ്റെ പക്ഷത്തിലാണ് അങ്ങ് നിൽക്കുന്നത്. അധർമ്മം പരാജയപ്പെടണം എന്നുള്ള കാര്യത്തിൽ അങ്ങയും സമ്മതിക്കും. എന്നെ അനുഗ്രഹിച്ചിട്ടുമുണ്ട് ഞാൻ നമസ്കരിച്ചപ്പോൾ യുദ്ധത്തിന് മുൻപ്. പ്രീതോഹം പുത്രയുദ്ധ്യസ്വ എന്ന് പറഞ്ഞാണല്ലോ അനുഗ്രഹിച്ചത്. അപ്പം ആ ജയം വരണമെങ്കിൽ അങ്ങ് താഴ്ത്താവണം. അപ്പം അങ്ങയെ തട്ടിയിടാനുള്ള വഴി എന്താ എന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞ പ്രകാരമാണ് ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് മഹാപാപം അദ്ദേഹത്തിന് തട്ടിയിട്ടത്. ഇത്രയും കടുങ്കയ്യ് ചെയ്തിട്ടുള്ള ഈ പൗത്രൻ എങ്ങനെയാ ആ മുത്തശ്ശൻ്റെ അടുത്ത് യുദ്ധം ചെയ്യിച്ചതിന് ശേഷം എനിക്ക് സമാധാനമില്ലേ, അങ്ങനെ സമാധാനിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോവും? അതുകൊണ്ട് കൃഷ്ണ, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങ് തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി മുത്തശ്ശനോട് ആദ്യമായി ഒരു മുഖവുര സംസാരം നടത്തി
ഞങ്ങൾ തമ്മിലുള്ള സംവാദം തുടങ്ങി വെച്ചാൽ മാത്രമേ എൻ്റെ കാര്യം നടക്കുള്ളൂ എന്ന് കൃഷ്ണൻ സമ്മതിച്ചു. അങ്ങനെ പോയി. ഭീഷ്മൻ പറയണു, 5-8 ദിവസമേ ബാക്കിയുള്ളൂ, 8 രാത്രി എനിക്ക് ശരീരം വിടാൻ. ശരീരത്തിലൊക്കെ നല്ല വേദനയുണ്ട്. കൃഷ്ണൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയണു, എനിക്കൊരു മുള്ളു കുത്തിയാൽ പോലും പിതാമഹ വല്ലാത്ത വേദനയാ. അങ്ങ് ഈ ശരങ്ങൾ ഇത്രയധികം തറച്ചു കയറി എങ്ങനെയാ അവിടെ കിടക്കണത്? വേദനയുണ്ടോ? നല്ല വേദനയുണ്ട് കൃഷ്ണ, സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണത്. ഓർമ്മയുണ്ടോ? കുറേയൊക്കെ മറഞ്ഞു പോയി, എന്നാലും ഉണ്ട് കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയൊക്കെ ഒന്ന് വന്നു, ഉത്സാഹമൊക്കെ ഒന്ന് കൂടി. എന്താ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ്റെ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേണ്ട സമാധാനം കൊടുക്കൂ എന്നായി. അങ്ങനെ യുദ്ധാനന്തരം യുദ്ധത്തിന് മുൻപ് അർജുനൻ്റെ സമാധാനക്കേട്, വിഭ്രമം, ഭ്രമം ഒക്കെ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് ദുഃഖം 2 തരത്തിലാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനുള്ള വിഷമം, നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന മാതിരി ആവുമല്ലോ, ഇത് എങ്ങനെയാ സഹിക്കുക, ആലോചിച്ചിട്ട് എനിക്ക് വയ്യാന്ന്. ചിലതോ പെട്ടെന്ന് നഷ്ടമോ കഷ്ടമോ വന്നതിന് ശേഷം മനസ്സ് തീ അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ദുഃഖം. ഈ 2 ദുഃഖത്തിനും പരിഹാരമായി മഹാഭാരതം എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൻ്റെ നിത്യസഖിയായല്ലോ മഹാഭാരതം, നിത്യസുഹൃത്താണല്ലോ. അപ്പം മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം മനുഷ്യ മനസ്സിനെ എന്നും സജ്ജമാക്കി നിർത്തുക. ഈ ജീവിതത്തിൽ എന്ത് തന്നെ വരാനുണ്ടെങ്കിലും അതൊക്കെ ഉൾക്കൊണ്ട് നേരിട്ട് മുന്നോട്ട് ജീവിതയാത്രയുമായി പോകണം. അതിന് സാധിക്കണം. അതിന് ആദ്യത്തത് അർജുനന് നൽകിയ ഉപദേശം, രണ്ടാമതോ യുധിഷ്ഠിരന് നൽകിയ ഉപദേശം. അപ്പം അർജുനൻ അവിടെ തിരക്ക് പിടിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ശംഖ് വിളിച്ചു കഴിഞ്ഞു, യുദ്ധകാഹളങ്ങൾ മുഴക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് അർജുനൻ സൈന്യം നിരീക്ഷിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഇവിടുത്തെ സ്ഥിതിയോ യുദ്ധമെല്ലാം കഴിഞ്ഞു, കലാശിച്ചു, ഒരു തിരക്കുമില്ല, ഒരു ബഹളവുമില്ല. സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കണം, വളരെ സമാധാനത്തോടു കൂടി ഒക്കെ കഴിഞ്ഞുമല്ലോ. ശത്രുക്കളൊന്നും ഇല്ലല്ലോ, വടംവലിയും ഇല്ല, സംഘർഷവും ഇല്ല. അപ്പോൾ ഭീഷ്മൻ എത്ര നേരം വേണമെങ്കിലും ഉപദേശിക്കാം, അദ്ദേഹവും യുധിഷ്ഠിരനും മാത്രം മതി. അങ്ങനെ സുദീർഘമായ ഒരു ഉപദേശമാണ് ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലുമായി കൊടുത്തിരിക്കുന്നത്. ആ ശാന്തി പർവ്വത്തിൽ സമാധാനത്തിനുള്ള വർത്തമാനങ്ങളാണ് പറയണത് എന്നുണ്ടെങ്കിലും ആ ധർമ്മം മുഴുവനും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ച് ഒരു പൂർണ്ണ ധർമ്മശാസ്ത്രമാണ് ശാന്തി പർവ്വത്തിൽ. ശാന്തി പർവ്വവും അനുശാസന പർവ്വവും അശ്വമേധ പർവ്വവും കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും ബൃഹത്ത് ഭാഗമായി മഹാഭാരതത്തിൻ്റെ എന്നാണ് പറയുക. അത്ര വിശേഷപ്പെട്ട ഒരു ഉപദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് മുഴുവൻ കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി അനുഷ്ഠിക്കുക, അനുധാവനം ചെയ്യുക, ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുക, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്നതാണ് നാം പ്രതിപാദിക്കുന്ന മൂല്യങ്ങൾ മുഴുവനും. അതിന് നിങ്ങൾ മതം എന്ന് പറഞ്ഞൊരു ചട്ടക്കൂട്ടിൽ നിർത്താൻ ഒരൊറ്റ ആളും പുറപ്പെടരുത്. പുറപ്പെടുന്നത് വലിയ തെറ്റാണ്. ഭഗവത്ഗീതയെ പറ്റി എല്ലാവർക്കും വേണ്ടതുപോലെ അറിയാം. എന്നാൽ ഈ ശാന്തി പർവ്വത്തെ പറ്റി ആരും അത്ര ചിന്തിക്കാറില്ല. ആ ശാന്തി പർവ്വത്തിൽ വളരെ സുദീർഘമാണല്ലോ. അപ്പോൾ വായിക്കുക, അനുഷ്ഠിക്കുക, ഗ്രഹിക്കുക അതൊന്നും സാധ്യമല്ല. എന്നാൽ ഈ ശാന്തി പർവ്വത്തിൻ്റെ ശാന്തി സന്ദേശം ചുരുക്കി എല്ലാവർക്കും പ്രയോജനപ്പെടാനായി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞൊരു ഭാഗം അതിലുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടായത്? യുധിഷ്ഠിരനോട് പറയുകയാണ്. ആര്? ഭീഷ്മൻ. യുധിഷ്ഠിരൻ്റെ മനസ്സിലുള്ള വിഷമം എന്താ? ഈ യുദ്ധം നടത്താൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ എല്ലാ വിധത്തിലും പരിശ്രമിച്ചു. കൃഷ്ണനെ തന്നെ അംബാസഡറായി പറഞ്ഞയച്ചു, അവരാരും കേട്ടില്ല. ഇതൊക്കെ പോട്ടെ, എൻ്റെ അമ്മ എന്തുകൊണ്ട് കർണൻ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞില്ല? ആ ഒരു കാര്യം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടാവില്ല. ഇതാണ് മനസ്സിന് വല്ലാത്തൊരു പുണ്ണായിട്ടിരിക്കുന്നത്. അപ്പം ഇക്കണ്ട ആൾക്കാർ മരിച്ചുവല്ലോ എന്നുള്ളൊരു ദുഃഖം സഹിക്കുവയ്യ. അപ്പം യുധിഷ്ഠിരൻ പറയാണ്, ക്ഷത്രധർമാധിപാപീയാൻ ന ധർമ്മോസ്തി നരാധിപ അപയാനേന യുദ്ധേന രാജാ ഹന്തി മഹാജനം. ഒരു കാര്യം പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മ വയ്ക്കണം. എന്താണത്? നാം ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഈ രാജ്യങ്ങൾക്കെല്ലാം അതിർത്തി സംരക്ഷിക്കാനായി ഒരു അതിർത്തി സേനയുണ്ട്. വളരെയധികം പണം നമ്മൾ ചെലവാക്കണു. ലക്ഷോപലക്ഷം, നമുക്ക് 10,000 കണക്കിന് സേനാനികളുണ്ട്. എയർഫോഴ്സിലായാലും നേവിയിലായാലും
ലാൻഡിലായാലും നമ്മുടെ പട്ടാളങ്ങൾക്ക് വേണ്ടി വൻ തുക നമ്മൾ ചെലവാക്കുന്നുണ്ട്. ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താ? പോലീസുകാർ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ശരീരം കൊണ്ടും ആയുധം കൊണ്ടും എതിരാളികളെ നേരിടാനുള്ളവരാ. അപ്പം അതിനൊരു മനസ്ഥിതി നമുക്ക് വേണ്ടേ? ശാന്തിപ്രിയൻ പോലീസിൽ ചേർന്നാൽ പറ്റുമോ? ശാന്തിപ്രിയൻ പടയാളിയായാൽ പറ്റുമോ? അപ്പം ഈ മഹാഭാരതത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ക്ഷാത്രവീര്യം ജനങ്ങളിൽ തൊടുത്തു വിടുക എന്നുള്ളതാണ്. അപ്പം ആ ക്ഷാത്രവീര്യത്തിനുള്ള പ്രസക്തി, അതിൻ്റെ ആവശ്യം, അത് വരുത്തി തീർക്കുന്ന വിഘാതങ്ങൾ എന്തോ ആവട്ടെ, അത് മുഴുവനും ചർച്ച ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ മഹാഭാരതം. അതുകൊണ്ട് ഈ മഹാഭാരതം വേണ്ടതുപോലെ വായിച്ച് ഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഒന്നാന്തരം പടയാളികൾ ലോകത്തിലെവിടെയും, നല്ല നല്ല ഉത്തമന്മാരായ പോലീസുകാർ, ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റലിജൻസ്, ഇതൊക്കെ ശക്തമാവും. പോലീസിൽ ചേരുന്നവർക്ക് നല്ല ഉൾബലം വേണം, ഉൾക്കാഴ്ച വേണം, എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കണം. അവർ നേരിടാൻ പോകുന്നത് എപ്പോഴും നല്ലവരെ ആവില്ല, നല്ലവരല്ലാത്തവരാ. അവരെ കണ്ടാൽ പേടിക്കരുത്. മണത്തറിഞ്ഞ് ദുഷ്ടത വിലയിരുത്താൻ സാധിക്കണം. അതിന് ഉപയോഗിക്കുന്നത് എന്താ? കണ്ണ് ഉരുട്ടിമിഴിച്ച് നോക്കണം, കയ്യിൽ ലാത്തിയെടുത്ത് വീശേണ്ടി വരും, നല്ല പോലെ റിവോൾവറൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. നാളെ അമേരിക്കയിൽ ഒരാൾ പറയുകയാണ്, നമ്മുടെ ഒരു ഭക്തൻ എന്തോ കാരണത്തിൽ തെറ്റിയിട്ട് പോലീസ് നമ്പറിൽ എന്തോ വന്നു അത്ര കയ്യ്. ഉടനെ 5 മിനിറ്റിനുള്ളിൽ പോലീസ് എത്തി. അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വലത്തെ കൈ പോക്കറ്റിൻ്റെ ഉള്ളിലാത്ര, റിവോൾവറിൻ്റെ അവിടെ. ഇങ്ങനെയാ അത്ര സംസാരിക്കുന്നത്. അവർക്ക് അത്രയ്ക്ക് പ്രതികരണ ശേഷിയൊക്കെ വേണം, പ്രത്യുത്പന്ന മതിത്വം ധാരാളം വേണം. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഉണ്ടാവുക? ഈ മഹാഭാരതം അത് ഉണ്ടാക്കി തീർക്കുന്നവരാണ്. ഒന്നാന്തരം പടയാളികൾ, ധർമ്മവീര്യമുള്ളവർ നമുക്ക് വേണം. അതിനാണ് ഈ കഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ പടയാളികളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ട്. എന്തിനാ എന്നെ കൊണ്ട് അഭിസംബോധന ചെയ്യിപ്പിക്കാൻ പറയണത്? ആത്മബലമുണ്ടാവാൻ, ആത്മവീര്യമുണ്ടാവാൻ. അപ്പം ഇത് വളരെ പ്രധാനമാണ്. ക്ഷത്രധർമാധിപാപീയാൻ ന ധർമ്മോസ്തി നരാധിപ അപയാനേന യുദ്ധേന രാജാ ഹന്തി മഹാജനം. ഞാനിതിപ്പോൾ എന്താ നിങ്ങളോട് പറയാൻ പുറപ്പെട്ടെ? അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? സ്വാമിജി ഭഗവത്ഗീതയാണല്ലോ പ്രതിപാദിക്കുന്നത്. ആ ഭഗവത്ഗീതയിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ആദ്യത്തെ ചോദ്യം എന്താ? ധർമ്മക്ഷേത്രം, ധർമ്മത്തിന് പ്രസിദ്ധി നേടിയ കുരുക്ഷേത്രത്തിൽ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും കൂടി വന്ന് എന്താ ചെയ്തതെന്നാ ചോദിക്കുന്നത്. യുദ്ധം ചെയ്തു എന്നുള്ളത് ഇരിക്കട്ടെ, യുദ്ധത്തിന് മുമ്പ് പലതും നടന്നു. യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ചെയ്തത്. ആരും അങ്ങനെ യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ചും യുധിഷ്ഠിരൻ. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കി തീർത്ത ഘടകങ്ങൾ എന്തൊക്കെയാണ്? മുൻ സംഭവങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിർണായകമായിട്ടുള്ളത് എന്ത്? മനുഷ്യ മനസ്സിനെ എടുത്ത് അമ്മാനെ ആടിക്കുന്നതായ പല സന്ദർഭങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി തരികയാണ്. ഭാരതത്തിൻ്റെ ഒരു വീക്ഷണം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ്. ആ ഭാരതത്തിൽ ചിലരെന്നോട് ചോദിക്കുകയാണ്, സ്വാമിജി ഭഗവത്ഗീതയെപ്പറ്റി സ്വാമിജി പറയാൻ പോണു, ഭാരതം അവതരിപ്പിക്കണു, ഞങ്ങളിതാരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല, ഇത്രയധികമാണോ മഹാഭാരതം എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു വിഷ്ണു സഹസ്രനാമം എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതെന്താ അത്? സ്വാമിജി അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഒരു പക്ഷേ സ്വാമിജി പറയില്ല. എന്താ? ഭഗവത്ഗീതയിൽ പെട്ടതല്ലല്ലോ. ഭഗവത്ഗീത അർജുനന് നൽകിയ ഉപദേശത്തോടു കൂടി പരിസമാപിച്ചു. അവിടുന്ന് അങ്ങോട്ട് യുദ്ധവർണ്ണന ഞാൻ നടത്താൻ പോണില്ല. അപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടുള്ള കാര്യവും പറയുമോ? അതുകൊണ്ട് ഞങ്ങൾക്കിത് അറിയണമെന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു വിഷ്ണു സഹസ്രനാമ വിശ്വ മഹോത്സവം നടത്തുന്നുണ്ടല്ലോ. എന്താ ഈ മഹോത്സവം? വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 5152 വർഷീയമാണ് ഈ സംഭവം. അപ്പോൾ 5151 വർഷങ്ങൾ മുൻപ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കുരുക്ഷേത്രത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ പലതും ഉപദേശിച്ചു ശാന്തിക്ക് വേണ്ടി. അതിൻ്റെ ഭാഗമായി ഈ വിഷ്ണു സഹസ്രനാമം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിയണം. അതാണ് ഞാനൊന്ന് വ്യക്തമാക്കാമെന്ന് വിചാരിച്ചത്. വളരെ പ്രസക്തമാണല്ലോ. നോക്കൂ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന്. ക്ഷത്രധർമാധിപാപീയാൻ ന ധർമ്മോസ്തി നരാധിപ അപയാനേന യുദ്ധേന രാജാ ഹന്തി മഹാജനം. യുധിഷ്ഠിരൻ പറയുകയാണ്, പാപം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പരോപദ്രവെന്ന. അന്യനെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ അത് പാപമായി. നമ്മുടെ ശരീരത്തെ പോലും ക്രമത്തിലധികം കഷ്ടപ്പെടുത്തിയാൽ, വേദനിപ്പിച്ചാൽ അതും പാപമാണ്. ഇപ്പം ഭക്തിയുടെ പേരിൽ പോലും ചിലരെന്ത് ചെയ്യണു? ഇവിടെ ശൂലം കുത്തി തറയ്ക്കും, ഇവിടെയും കുത്തും ശൂലം.
ഇപ്പോൾ ഇളവൂർ നടന്നുകൊണ്ടതുമായി മുതു തുളച്ച് കയറ്റി അങ്ങനെ 32 അടി ഉയരമുള്ള ചാടിൽ കയറ്റി കൊണ്ടുപോവുക, ഇതൊക്കെ ഭക്തിയുടെ പേരിലുള്ളതാണ്. വാസ്തവത്തിൽ ശാസ്ത്രം ഇതൊന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഒരാളെയും ഒരു തരത്തിലും പീഡിപ്പിക്കരുത്. മനസ്സുകൊണ്ട് ഒരാളെ പറ്റി ഉപദ്രവ രൂപത്തിൽ ചിന്തിക്കരുത്. വാക്ക് പറയരുത്. കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കരുത്. അങ്ങനെ മാനസം, വാചികം, ദൈഹികം ഇങ്ങനെ 3 കർമ്മങ്ങളാണല്ലോ. അങ്ങനെ അതിനാണ് പാപം പാപം എന്നുള്ള വാക്ക്. പാപം എന്ന് പറയുമ്പോഴേക്കും ഉടനെ മതം, റിലിജൻ എന്ന് നിങ്ങൾ പറയരുത്. പാപം എന്ന് വെച്ചാൽ പരപീഡനം. 18 പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. എല്ലാം കൂടി വേദവ്യാസൻ 18 പുരാണങ്ങളിൽ പറഞ്ഞത് എന്താ? പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയാണ് ക്ഷത്രധർമാധിപാപീയാൻ ന ധർമ്മോസ്തി നരാധിപ. പിതാമഹ, അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, ക്ഷത്രിയ ധർമ്മത്തിൽ കവിഞ്ഞ് പാപമായിട്ട് യാതൊന്നുമില്ല ഈ ലോകത്തിൽ നിന്ന്. അപയാനേന യുദ്ധേന രാജാ ഹന്തി മഹാജനം. ആ യുദ്ധത്തിന് പുറപ്പെട്ടു, യുദ്ധയാത്ര നടത്തി, പടക്കളത്തിൽ ചെന്നു, പടപൊരുതി. എത്ര ജനങ്ങളെയാ കൊല്ലുന്നത്! അവിടെ വന്നിട്ടുള്ളവർ മുഴുവൻ ചാവും, ജയിച്ചവർ മാത്രമേ ബാക്കി വരുള്ളൂ. ഇവിടെ ഇപ്പോൾ 10 പേരൊഴിച്ച് ലക്ഷോപലക്ഷം പടയാളികളാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യുദ്ധം ചെയ്യണം എന്നുള്ളതാണല്ലോ ക്ഷത്രിയന്മാരെ, അസ്ത്രശസ്ത്ര വിദ്യയാണല്ലോ അവർക്ക് ആദ്യമേ മുതൽക്ക് പഠിപ്പിക്കുക. അപ്പം അവരുടെ ജന്മമുണ്ടല്ലോ, അവരുടെ ധർമ്മം, അതിനേക്കാൾ കവിഞ്ഞ ഒരു പാപമില്ല, പാപമില്ല, പാപമില്ല. അത് കേട്ടിട്ട് ഭീഷ്മൻ പറയാണ്, ഞാൻ ചുരുക്കി 2 പ്രസക്തമായിട്ട് പറയാ. നിഗ്രഹേണ ച പാപാനാം സാധൂനാം സംഗ്രഹേണ ച യജ്ഞൈർദാനൈശ്ച രാജാനോ ഭവന്തി ശുചയോ അമലാഹ. ശരിയാണ് എൻ്റെ പൗത്ര, ക്ഷത്രിയധർമ്മം ദാരുണം തന്നെയാണ്. യാതൊരു ആലോചനയുമില്ലാതെ എതിരാളികളെ കഴുത്ത് മുറിച്ചങ്ങോട്ട് ഇടുക, ഇതന്നെയാണ് അവരുടെ ഉദ്ദേശം. ഒരു നിലയ്ക്ക് കഠിനമാണ്. പക്ഷെ അവിടെ വന്നിട്ടുള്ളവരെല്ലാവരും അതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? ഒന്നിലോ എതിരാളിയുടെ കഴുത്ത് മുറിക്കും, അല്ലെങ്കിൽ തൻ്റെ കഴുത്ത് മുറിക്കപ്പെടും. ഇതിന് കണക്കാക്കിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ആരെങ്കിലും യുദ്ധത്തിന് വന്ന് ഓടിപ്പോയാൽ അത് ശ്ലാഘ്യമായിട്ട് കണക്കാക്കാറുണ്ടോ? ഇല്ല. യുദ്ധത്തിനുള്ള വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ പാലിക്കണം. തരാതരക്കാരോട് പൊരുതണം, രഥിയോട് പൊരുതണം, ആനപ്പുറത്തിരിക്കുന്നവൻ അതേമാതിരിയുള്ളവനോട് പൊരുതണം, കാലാൾപ്പടയാണെങ്കിൽ തമ്മിൽ പൊരുതണം. ഇങ്ങനെ ചില വ്യവസ്ഥകളൊക്കെ അതിനുണ്ടാവാം. പക്ഷേ പൊരുതാൻ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ആ പൊരുതൽ എന്തിനു വേണ്ടിയിട്ടാ? സ്വാർത്ഥത്തിനാവരുത്. നിഗ്രഹേണ ച പാപാനാം സാധൂനാം സംഗ്രഹേണ ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തിൽ ദുരാചാരികളും നിഷ്ഠുരന്മാരും ദാരുണകൃത്യം ചെയ്യുന്നവരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരുമായ ചില സാമൂഹ്യ ദ്രോഹികളുണ്ട്. ആ ദ്രോഹികളെ നിഗ്രഹിക്കുക, കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് നിർത്തുന്നത് പോലെ പിടിച്ചു നിർത്തുക. സാധൂനാം സംഗ്രഹേണ ച, നല്ല മനുഷ്യരെ വേണ്ടതുപോലെ അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറി ഉത്പാദനം വർദ്ധിപ്പിച്ച് രാജ്യത്തിൻ്റെ സമ്പത്തും സമ്പുഷ്ടിയും ഒക്കെ കൂടുതലാക്കി കൊണ്ടുവരിക. അതിനവർക്ക് അവസരം കൊടുക്കണം. അർദ്ധരാത്രിക്ക് പോലും സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാനും അവരവരുടെ പ്രവൃത്തിയും ജീവിതവൃത്തിയും നടത്താനുമുള്ള സൗകര്യം ഉറപ്പുവരുത്തണം. ഇതെങ്ങനെ ഉറപ്പുവരുത്തും? കുറേ ആൾക്കാർ കള്ളന്മാരും ദുഷ്ടന്മാരും ഉണ്ടെങ്കിൽ വെട്ടാൻ വരുന്ന പോത്തിനോട് മന്ത്രം വേദോതിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ക്ഷത്രിയന്മാരുടെ ഒരു പ്രവൃത്തി. ആ പ്രവൃത്തി ദാരുണമാണ്, സമ്മതിച്ചു. അടിയും പിടിയും വെട്ടും മുറിയും കഴുത്ത് വിഴലും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കുരുക്ഷേത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ലക്ഷോപലക്ഷം ശവങ്ങളാണ്. ഒരു ഭാഗത്ത് കഴുകനും കാക്കയൊക്കെ കൊത്തി വലിക്കണു, അവിടെ കൊത്തി വലിക്കണു. ഇതെല്ലാം പെറുക്കിയിട്ട് ദഹിപ്പിക്കണു. എത്രത്തോളം ദുർഗന്ധമുണ്ടാവും ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും സ്ഥിതി? 18 ദിവസം അവിടെ നടന്നത്. ആർക്കും ചെടിക്കുന്നതാണ്, മനസ്സിനെ മലർപ്പിക്കുന്നതാണ്, സമ്മതിച്ചു. പക്ഷേ സമാജത്തിന് ഇത് ആവശ്യമുണ്ടല്ലോ. ഇതങ്ങോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക? ഒക്കെ തകരാറുകളും സാമൂഹ്യ ദ്രോഹികളും കൊടികുത്തി വാഴും ഇവിടെ. അത് വരാണ്ടിരിക്കണമെങ്കിൽ ഈ ദണ്ഡനീതി നടപ്പാക്കിയേ പറ്റുള്ളൂ. യജ്ഞൈർദാനൈശ്ച രാജാനോ ഭവന്തി ശുചയോ അമലാഹ. യുധിഷ്ഠിര, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ മഹാഭാരത യുദ്ധത്തിൻ്റെ വല്ലതും ബാക്കിയുണ്ടോ അവിടെ? ഇല്ല. തർപ്പണവും കൂടി കഴിച്ചില്ലേ നീ മരിച്ചവർക്ക്? അവരാരും തിരിച്ചു വരാൻ പോണില്ലല്ലോ. ഇപ്പോൾ ഒക്കെ തകരാറൊക്കെ മാറിയില്ലേ? ഇനി നീ എന്തു വേണം?
എങ്ങനെ യുദ്ധം ചെയ്തോ 18 ദിവസം, അതേമാതിരി എത്ര ദിവസം വേണമെങ്കിൽ എടുത്ത് യജ്ഞൈർദാനൈശ്ച രാജാനോ ഭവന്തി ശുചയോ അമലാഹ. നിന്റെ മനസ്സിനൊരു വേദനയുണ്ടെങ്കിൽ ആ വേദന തീർക്കാനും ഒരു വഴിയുണ്ട്. ഈ ദാരുണ പ്രവൃത്തി കൊണ്ട് മനസ്സിന് സങ്കടമോ വ്യഥയോ ഏൽക്കുമെങ്കിൽ അതേമാതിരി പുണ്യശോഭന മംഗള പ്രവൃത്തികൾ കൊണ്ട് മനസ്സിന് പൂങ്കാവനം പോലെ സമാധാനവും ശാന്തിയും അങ്ങനെ വളർന്ന് പുഷ്പിച്ചങ്ങോട്ട് വരും. അതിനാണ് യജ്ഞം ദാനം എന്ന് പറയുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സന്ദർഭത്തെ പുനിതവും പവിത്രവുമാക്കി തീർക്കുന്നത് എന്തോ അത് യജ്ഞമാണ്. അതിനാണ് നമ്മൾ നല്ല നല്ല മന്ത്രങ്ങൾ ചൊല്ലുന്നത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഞങ്ങളുടെ ചെവികളെല്ലാം നല്ലത് കേൾക്കട്ടെ, കണ്ണുകൾ നല്ലത് കാണട്ടെ, മൂക്കിൽ നല്ലത് വന്നു വീഴട്ടെ വാസനാരൂപത്തിൽ എന്നിങ്ങനെ നല്ല നല്ല മന്ത്രങ്ങളും പവിത്രമായിരിക്കുന്ന ഉച്ചാരണങ്ങളുമെല്ലാം ജപിച്ച് ഒരു മംഗളാന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് യജ്ഞത്തിൻ്റെ ഉദ്ദേശം. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമ യജ്ഞം നടത്തുകയാണെങ്കിൽ എന്താ ചെയ്യണത്? മനുഷ്യരായിരിക്കുന്ന നമ്മളാണ് അതിശോഭനം, മംഗളകരം, ഹൃദ്യം, രുചിപ്രദം, ആലോചനാമൃതം, ഭാവനാസമ്പുഷ്ടം, ശുഭമായിരിക്കുന്ന വികാരം ഉദ്ദീപിപ്പിക്കുന്നത്. അങ്ങനെ വിളക്കിൻ്റെ നാളം മുത്തുപോലെ കത്തും. അവിടെ പുഷ്പവിധാനങ്ങളുണ്ടാവും. വരിവരിയായി കെട്ടി മൗലി കൊണ്ട് ബന്ധിച്ച് എല്ലാവരും കൂടി നല്ല വസ്ത്രം ധരിച്ച് ശുഭ്രമായി വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റവും അങ്ങോട്ട് ചൊല്ലുക. അത് വന്ന് കണ്ടവരൊക്കെ പറയുക, അശ്വമേധയാഗം എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അശ്വമേധയാഗം കാണുകയാണെന്ന് ചിലർ പറഞ്ഞവരുണ്ട് അവിടെ. അപ്പോൾ ഒരു മംഗളാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യജ്ഞത്തിൻ്റെ ഉദ്ദേശം. യുധിഷ്ഠിരൻ്റെ മനസ്സിലുള്ള വിഷമം എന്താ? ഇക്കണ്ട ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയല്ലോ, ദാ ചിത കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വിഷമം. അവിടെ കത്തുന്നത് ചിതയാണ്, ശവദാഹമാണ്. ഇവിടെയോ നല്ല നല്ല ദ്രവ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ അഗ്നിയിൽ ഹോമിക്കുക, പുഷ്പങ്ങളും മാലകളും അർച്ചനകളുമായി കൊണ്ടുവരിക. അതൊക്കെ നല്ല നല്ല ഗന്ധം പുറപ്പെടുവിക്കുമ്പോൾ മനസ്സിന് പോലും ഉത്സവമാണ്. അവിടെ ചെയ്യാൻ പോകുന്നതോ ദാനം. സാധാരണ രാജാവ് ആരാ? കരം പിരിക്കുന്നവനാ. രാജാവിൻ്റെ കയ്യിലുള്ളത് പണം മുഴുവനും നികുതി പിരിച്ചുണ്ടാവുന്നതാണ്. ഇവിടെ എന്താ ചെയ്യാൻ പോണത്? ആ പിരിച്ചിട്ടുള്ളത് മുഴുവനും എടുത്ത് ലോപമില്ലാതെ ദാനമായിട്ട് കൊടുക്കാൻ പോവുക. ഒരു പാപകർമ്മം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൊടുത്താൽ ആരെങ്കിലും മേടിക്കാൻ വരുമോ? വരില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അത് അനുഗ്രഹമാണെന്ന് വിചാരിച്ച് മേടിക്കാൻ വരുള്ളൂ. അതാണ് ഇവിടെ ആവശ്യം. യജ്ഞൈർദാനൈശ്ച രാജാനോ ഭവന്തി ശുചയോ അമലാഹ. അപ്പം യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും രാജാക്കന്മാരെല്ലാവരും വളരെയധികം പരിശുദ്ധന്മാരായിത്തീരണു. അവർക്കൊരു കോട്ടവുമില്ല. അതുകൊണ്ട് യുധിഷ്ഠിര, നീ ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരാ, 2 ഭാഗം കാണണം. 18 ദിവസത്തെ യുദ്ധം ശരി, ദാരുണമെന്ന് ഞാൻ സമ്മതിച്ചു. നീ ഇപ്പോൾ വേണ്ടത് എന്താ? നീ ഇപ്പോൾ വേണ്ടത് യജ്ഞവും ദാനവുമായി നീ ഉള്ളയിടത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഭംഗിയായിട്ടൊരു യജ്ഞം നന്നായി നടത്തുക. സർവ്വജനങ്ങൾ അവിടെ വരട്ടെ. വാരിക്കോരി ഭക്ഷണം കൊടുക്കൂ, വസ്ത്രം കൊടുക്കൂ, പണ്ടങ്ങളുണ്ടെങ്കിൽ പണ്ടങ്ങൾ കൊടുക്കൂ, പാത്രങ്ങൾ കൊടുക്കൂ. നിന്റെ ഖജാന മുഴുവനും ഖാലിയാവട്ടെ, വാരിക്കോരി കൊടുക്കൂ. അങ്ങനെ കൊടുക്കുമ്പോഴോ നിന്റെ മനസ്സ് ഇതിലെത്ര പാപാംശമുണ്ടോ അതിനെ എത്രയോ ഇരട്ടി അതിനെ കവച്ചു വെച്ചുകൊണ്ട് പുണ്യാംശം, പുണ്യഭാവന നിന്റെ മനസ്സിലുണ്ടാവും. യാനി ദുഃഖാനി സഹതേ ക്ഷത്രിയോ യുധിതാപിതഃ തേന തപോഭൂയഃ ഇതി ധർമ്മവിദോ വിദുഃ. യാനി ദുഃഖാനി സഹതേ ക്ഷത്രിയോ യുധിതാപിതഃ തേന തപോഭൂയഃ ഇതി ധർമ്മവിദോ വിദുഃ. ഈ ക്ഷത്രിയധർമ്മം, ക്ഷാത്രധർമ്മവും ഈ മാതിരിയുള്ള കൊടും യുദ്ധവും ദാരുണ പ്രവൃത്തിയും യുധിഷ്ഠിര എന്നെ ചൊല്ലിയോ നിന്നെ ചൊല്ലിയോ നമ്മുടെ കാലത്തുണ്ടായതല്ല. ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യരാശിയുടെ ഇടയിൽ യുദ്ധമുണ്ട്. മൃഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംഘടിതമായ യുദ്ധമില്ല. ഇന്ന് ലോകത്ത് എത്ര പടക്കോപ്പുകളും പടസാമഗ്രികളും ഉണ്ടാകുന്ന ഫാക്ടറികൾ എത്രയാണ് ഇന്ന് ലോകത്തിൽ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവർ പറയുക യുദ്ധമില്ലാ കരാറുണ്ടാക്കാമെന്ന്. എങ്ങനെയാണ് ഉണ്ടാക്കുക? യുദ്ധസാമഗ്രികൾ എത്രത്തോളം കാലം ലോകത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ അവരുടെ കൈ ചൊറിയില്ലേ അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ അവർക്ക് പറ്റുമോ? അപ്പോൾ യുദ്ധവൃത്തി എന്നൊരു വൃത്തി മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല, പഴയ കാലം മുതൽക്ക് തന്നെ.
പക്ഷെ ആ യുദ്ധത്തിനെ എങ്ങനെയാ കാണേണ്ടത്? യാനി ദുഃഖാനി സഹതേ ക്ഷത്രിയോ യുധിതാപിത. എന്തെല്ലാം ദുഃഖം ഈ യുദ്ധത്തെ ചൊല്ലി ക്ഷത്രിയന്റെ മനസ്സിൽ വരുന്നുണ്ടോ? പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കണുണ്ടോ? അത് മുഴുവനും നമ്മുടെ ധർമ്മസിദ്ധാന്തങ്ങൾ അനുസരിച്ച് എന്താ? തേന തേന തപോഭൂയ. അതൊക്കെ ഒരു തപസ്സ. തപസ്സ എന്ന് പറഞ്ഞാൽ ദുഃഖസഹനമാണ്. അത് ഓർക്കാപ്പുറത്ത് വന്നു ചേരുന്ന ദുഃഖമല്ല. ഇത് മനഃപൂർവ്വം നാം വരുത്തി വയ്ക്കുന്ന ദുഃഖമാണ്. ദുര്യോധനാദികളും കൂട്ടരും ദുഷ്ടന്മാരാണ്. ആ ദുഷ്ടന്മാരെ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് മുടിക്കും. ഇപ്പം അവരോട് ചോദ്യം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഞങ്ങളെങ്കിലും ഉണ്ട്. നമ്മൾ പലതരത്തിലും ഒഴിവാക്കാൻ നോക്കി, പറ്റിയില്ല. അവസാനം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഞാനും ദ്രോണനും അടക്കം അവരുടെ പക്ഷത്തിൽ നിന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞത് എന്താ യുധിഷ്ഠിര? പ്രീതോഹം പുത്രയുദ്ധസ്വ ജയമാപ്നുഹി പാണ്ഡവ. എൻ്റെ മനസ്സിലുള്ള വിചാരം നീ ജയിക്കണം എന്നാണ്. എൻ്റെ പക്ഷത്തിലുള്ള ദുര്യോധനൻ ദുഷ്ടനാണ്. അവസാന നിമിഷം വരെ ഞങ്ങളെല്ലാവരും അവനെ ഉപദേശിച്ചു നോക്കി. അവൻ ഒരു പൊടി ഇറങ്ങാൻ കൂട്ടാക്കണില്ല. കൃഷ്ണനെ ബന്ധിക്കാനല്ലേ അവൻ നോക്കിയത്? ആരാ പറയാത്തത്? ധൃതരാഷ്ട്രൻ പറഞ്ഞു, ഗാന്ധാരി പറഞ്ഞു, വിതുരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, കൃപാചാര്യർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞുല്ലോ. പറഞ്ഞിട്ട് കേട്ടില്ല. പക്ഷേ ഞങ്ങൾ അവരുടെ കൂടെ കുറേ കാലമായി തിന്നു കഴിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് യുദ്ധസമയത്ത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണു. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ മുഴുവൻ നീയും നിന്റെ ഗ്രൂപ്പും ജയിക്കണമെന്നാണ് എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? അപ്പം ഞങ്ങളടക്കം എന്താ ഒരു തപസ്സ എന്നുള്ള നിലയ്ക്കാണ് ആ ഭവിഷ്യത്ത് മുഴുവൻ ഏറ്റെടുത്തത്. തേന തേന തപോഭൂയ ഇത് ധർമ്മവിദോ വിദുഹു. ക്ഷത്രിയധർമ്മം കൊലപാതകമല്ല. ഒരു പോലീസുകാരൻ ലാത്തിചാർജ് നടത്തി, അല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരൻ റിവോൾവർ ഉപയോഗിച്ചു എന്ന് വന്നാൽ അതിനെ കൊലപാതകം എന്ന് നമ്മൾ പറയാറില്ല. അവരുടെ തൊഴിലവർ നടപ്പാക്കിയതാണ്. ദുഷ്ടന്മാരെയും നിയമലംഘകന്മാരെയും പിടിച്ചുകൊണ്ടുവരണം. അതിനുവേണ്ടി പോകുന്ന സമയത്ത് മറ്റവരുടെ കയ്യിലുമുണ്ട് അടിക്കാനും പിടിക്കാനുമുള്ള സാമഗ്രികൾ. അതിനെ നേരിടുന്നു. അതിന് ചിലർ മരിച്ചും പോവാറുണ്ട്. ഇതൊക്കെ ഒരു തപസ്സാണ്. പ്രേക്ഷകരെ, നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കൂ. നമ്മുടെ ധർമ്മസിദ്ധാന്തം നൽകുന്ന നിർവചനമാണിത്. പോലീസുകാരൻ്റെ ഡ്യൂട്ടി, മിലിറ്ററിക്കാരുടെ ഡ്യൂട്ടി, അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പാപമല്ല. അതൊരു തപസ്സാണ്, ഒരു തപോനുഷ്ഠാനമാണ്. ആ തപസ്സുകൊണ്ട് എന്തുണ്ടാവും? അന്തരാത്മ, നമ്മുടെ ഉള്ളുണ്ടല്ലോ, ആ ഉൾ വ്യക്തിത്വം കൂടുതൽ സ്ഫുടീകൃതമാകും. അതിന് ശുദ്ധി വരും, അതിന് ബലം കൂടും. ഈ മഹാഭാരത യുദ്ധം നടന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തപസ്സിൻ്റെ തുക അളവ് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറഞ്ഞിട്ടില്ല. അതിനെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് എന്താ പറയാനുള്ളത്? യജ്ഞദാനം എന്ന് പറഞ്ഞുവല്ലോ. ആ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അശ്വമേധയാഗം.